ഇന്ന് നമ്മൾ പോകുന്നത് ആരും അങ്ങനെ അധികം വിസിറ്റ് ചെയ്യാത്ത അരുവിക്കുഴി എന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇന്ന് ഞങ്ങൾ 2 ഫാമിലിയാണ് അരുവിക്കുഴി വാട്ടർഫോൾസിൻ്റെ അവിടോട്ട് അല്ലെങ്കിൽ വ്യൂ പോയിൻ്റ് അവിടോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കിന്ന് കാര്യവിവരങ്ങൾ പറഞ്ഞു തരാൻ ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. ഇതിന് മുമ്പ് ഇവിടെ വിസിറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുവാൻ മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കാണുക. അപ്പോൾ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. അരുവിക്കുഴി പോയി വ്യൂ പോയിന്റ്. പിന്നെ എങ്ങോട്ട് ആണോ? മതിലിന് വരാൻ ചെമ്പരത്തി മതിലാണ് ഇല്ലയോ? മതിലിന് വരാൻ ചെമ്പരത്തി മതിലാണല്ലോ ഇല്ലയോ? എവിടെ? ഓക്കെ, നേരെ കാണുന്നതാണ് എൻട്രൻസ് അല്ലേ? ഓക്കെ. ഒരു ലിമിറ്റ് ഒക്കെ ഇല്ലേ പറയുന്നില്ലയോ? നമ്മളിത് ഇവിടാണ് ഇതിന്റെ പാർക്കിംഗ് ഇല്ലയോ? നല്ല പാർക്കിംഗ് ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് അരുവിക്കുഴി വ്യൂ പോയിന്റ്സ്. ഇതാണ് പാർക്കിംഗ് ഏരിയയാണ്. അരുവിക്കുഴി വ്യൂ പോയിന്റ്സിന്റെ പാർക്കിംഗ് ഏരിയയാണിത് ഈ കാണുന്നത്. വന്നാൽ നല്ല പാർക്കിംഗ്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് 6:15 ഇവിടെ എത്തിയപ്പോൾ 6:15 ആയി. 6:15 ആയതുകൊണ്ട് സൂര്യനൊന്നുമില്ല. ഇനി അറിയത്തില്ല ഇനി എങ്ങോട്ടാണ് പോകേണ്ടിയെന്ന്. വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമെല്ലാം ഉണ്ട്. ഏകദേശം 4.5 കിലോമീറ്റർ ദൂരമുണ്ട് അണക്കരയിൽ നിന്ന് ഈ വ്യൂ പോയിന്റ് വരെ. ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതി സ്നേഹികൾക്കും അതുപോലെ തന്നെ മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം അന്വേഷിക്കുന്നവർക്കും പറ്റിയ ഒരു ഇടം കൂടിയാണ് ഇവിടം. കേരളത്തിലെ പ്രകൃതി സൗന്ദര്യം അന്വേഷിക്കുന്നവർക്കും പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. മറക്കാനാവാത്ത ഒരു പ്രകൃതിശവും അനുഭവവും നമ്മൾക്ക് ഇവിടെ നൽകുന്നു. നിങ്ങൾ മൺസൂൺ സീസണാണ് പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും ആസ്വദിക്കുവാൻ കഴിയും. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, കാരണം ഇവിടെ വെള്ളച്ചാട്ടമില്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഏറ്റവും നല്ല സമയം മൺസൂൺ സീസണാണ് ഇവിടോട്ട് വരുവാൻ. അപ്പോൾ തന്നെ മഴയുള്ള സമയമാണെങ്കിൽ ദൂരെ നിന്നുള്ള ദൃശ്യം അത്ര നല്ലതായി കാണുവാൻ പറ്റുകയില്ല. കുറച്ചുകൂടി റിസ്ക് ഫാക്ടർ കൂടിയ സമയമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സമയം. കാല് സ്ലിപ്പാകാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ള ഒരു പാറയാണ് ഇവിടുത്തേത്. കൂടുതൽ പ്രകൃതി ദൃശ്യങ്ങൾ തേടുന്നവർക്ക് അരുവിക്കുഴി സാംസ്കാരിക ആകർഷണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. അരുവിക്കുഴി വാട്ടർഫോൾസ് ഇടുക്കി ജില്ലയിലെ ചെക്കുവള്ളം പഞ്ചായത്തിലെ ചിലർക്കോവിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഇത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള അതിർത്തി പ്രദേശം കൂടിയാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ തേനി, കമ്പം എന്നീ സ്ഥലങ്ങളിലെ കൃഷിഭൂമികളുടെ മനോഹരമായ കാഴ്ച ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു ആകർഷണമാണ്. അണ്ടർ DTPC ഗവൺമെൻറ് ഓഫ് കേരള ഡെവലപ്പ് ചെയ്ത സ്ഥലം കൂടിയാണ് ഇത്. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും അതുപോലെ തന്നെ ശരീരത്തിനും മനസ്സിനും റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് ഇത്. ഇപ്പോൾ ഈ സ്ഥലത്ത് നിരവധി എക്കോ ടൂറിസം പ്രൊജക്റ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾക്കും വന സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. ചെല്ലാർകോവിൽ വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പോകാൻ പറ്റിയ മറ്റു സ്ഥലങ്ങളാണ് ട്രൈബൽ ഹെറിറ്റേജ് മ്യൂസിയം, ബുള്ളോക്കാട്ട് റൈഡ്, ചുരുളി വാട്ടർഫാൾസ്, കൂടാതെ ജംഗിൾ സഫാരി,
ജീപ്പ് സഫാരി എന്നിവയെല്ലാം അവൈലബിൾ ആണ്. ഈ സ്ഥലം കണ്ടോ, ആ. ഇവിടെ നിന്നാണ് ആൾക്കാർ വേണ്ടി ചാടിക്കൊണ്ടിരുന്നത്. ഓ അങ്ങോട്ട് ചാടണം. ഇതിന്റെ താഴെ 2500 അടി താഴ്ചയുണ്ടല്ലയോ? പാറപ്പോട്ടാ. ആ പാറയിലോട്ടാ പോയി ആൾക്കാർ അടിച്ച് വീഴുന്നത്. ഓ അത് ചില സൂസൈഡ് പോയിന്റ് പോലെ അല്ലേ? അതായത് അതിനുവേണ്ടി ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്ത് പണ്ടൊക്കെ ആൾക്കാർ ഇറങ്ങുമായിരുന്നു. ഇവിടെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിനുശേഷമാണ് ഇത് കെട്ടിയതല്ലേ? ഇപ്പോൾ ഇതിവിടെ ബ്ലോക്കിംഗ് ആയി. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്നതൊന്നുമില്ല. ഓക്കെ. മഴക്കാലമായി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല. അങ്ങോട്ട് ഇങ്ങനെ അടച്ചേക്കുന്നത്. ഞങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ ഇറങ്ങി ഇതിന്റെ സൈഡ് വഴിയൊക്കെ ഇറങ്ങി അങ്ങ് പോകും. പക്ഷെ വരുന്നവർ ഇതിന്റെ പോയിട്ട് തെറ്റിപ്പോയാ പോയി. ഒരു പിന്നെ കൊട്ടക്കകത്ത് പോയി വാരിയാൽ മതി. മഴക്കാലത്ത് വരുന്ന ഇവിടുന്ന് അങ്ങ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മഴക്കാലത്ത് ഭയങ്കരമായിട്ട് ഇതിന്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പിടി കിട്ടത്തില്ല, മൊത്തം പായലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ മഴയായി കഴിഞ്ഞാൽ മൊത്തം പായൽ പിടിക്കും. ഓക്കെ. നിങ്ങൾ വരില്ല. ആ പാറ വഴിയൊക്കെ സൈഡ് വഴിയൊക്കെ പോയാൽ ഇറങ്ങി കാണും. ഓക്കെ. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പാറ. ഓക്കെ. അങ്ങോട്ട് പോകണ്ട. അടിയിലോട്ട് പോകുന്ന ഒരു പാറയിലോട്ടാ പോയി വീഴും. ഓക്കെ ഓക്കെ ഓക്കെ. പാറ അടിച്ച് പിന്നെ താഴത്തെ കുഴി കണ്ടോ, ടോപ്പ് പാറയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പാറയിലോട്ടേ പോയി വീഴും. ഓ അടിപൊളി ഭംഗിയാണ് ഇവിടുന്ന് കാണാനൊക്കെ ഉണ്ട്. ഇത് കാണാൻ ഭയങ്കര. ആ കാണുന്നതൊക്കെ തമിഴ്നാട് അല്ലയോ? ഇവിടുത്തെ റോട്ട് അതേ ബസ് റൂട്ട് കേട്ടോ, അതേ ബസ് പോകുന്നുണ്ട്. അതേ പോകുന്നു, ഒരു ചെറുതായിട്ട് പോകുന്നുണ്ട്. അതേ ഇങ്ങോട്ട് പോയിക്കോണേ. അതേ കണ്ടോ വണ്ടി പോകുന്നുണ്ടോ? ആണോ? എനിക്ക് കാണുന്നില്ല. അതേ കെട്ടിടത്തിന്റെ അടുത്ത് കൂടെ പോകുന്നുണ്ടോ? കണ്ട് വൈറ്റ് കളർ അല്ലയോ? കെട്ടിടത്തിന്റെ ഓക്കെ ഓക്കെ ഓക്കെ. അത് കമ്പം. ഇത് ആ സൈഡിൽ കമ്പം. അത് കമ്പം. ഓക്കെ. അങ്ങനെ തേരി അങ്ങോട്ട് പോയി. ഇവിടെ ലോയർ. ഓക്കെ. ഇതിന്റെ താഴെയൊക്കെ ആൾക്കാർ ഇറങ്ങി പോയി കാണും. ഓക്കെ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ മഴയില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ പായല് പോലെ സെറ്റി കിടക്കുക. ഓക്കെ വെള്ളത്തിലൂടെ. ഓക്കെ 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 മനസ്സിലായി. ഓക്കെ 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 ഓക്കെ. ഇങ്ങനെ ഇറങ്ങി വേണേലും പോവാം. ഇതിന്റെ അടി വശത്തോട് അല്ലേ? അതിനോട് ചെറിയ വഴിയുണ്ട്. നടക്കാനൊക്കെ വശമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മരത്തിന്റെ അവിടെയൊക്കെ അതിൽ ഇറങ്ങി കയറി ഇരുന്ന് കഴിഞ്ഞാൽ സകലതും താഴെ കാണും. ഇവിടെ സ്ലിപ്പായി പോയെങ്കിൽ സ്ലിപ്പായി പോയെങ്കിൽ ആളിന് പോയി പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ സൈഡ് വഴിയൊക്കെ കഴിവുള്ളവരൊക്കെ അങ്ങനെ പോയി എടുക്കും. അവർക്ക് ഉത്തരവാദിത്തപ്പെട്ടതല്ല. പിന്നെ കുഴിയാ. ഇവിടുന്ന് കാണുന്നത് നമുക്കറിയാലോ. ഒന്നുമില്ല. ഇവിടുന്ന് പോയി ലെവൽ. ഇത് കുഴിയല്ലേ? പക്ഷെ കുറച്ചുകൂടെ പകൽ സമയത്ത് വരേണ്ടിയായിരുന്നു. അടിപൊളിയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് നമുക്ക് വേറെ സ്ഥലത്തൂടെ പോവാം. ഓക്കെ. അത് നമ്മുടെ തേക്കടി വെള്ളമാണ്. വേണ്ട ആ വെള്ളം കണ്ടോ, തുറന്നു വിടുന്നതാണ്. ആ വെള്ളമാണ് കാണുന്നത്. എല്ലാവരും കൂട്ടിയൊക്കെ കരകി ഭയങ്കര വളമാണ്. ഭയങ്കര വളമാണ്. കീടങ്ങളൊന്നും എടുക്കത്തില്ല. ഭയങ്കര കയ്പായത്. ക്യാമറ നല്ലതായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ല വിഷ്വൽസ് കിട്ടുമായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം പകർത്തിയതൊരു മൊബൈൽ ഫോണിലാണ്. അതിൻ്റേതായ ക്ലാരിറ്റി കുറവും ഉണ്ടായിരിക്കും. ഈ കാണുന്ന വേലി ആരും ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത്. പല അപകടങ്ങളും ഇവിടെ മുൻപ് നടന്നിട്ടുണ്ട്. മഴ സമയത്ത് റിസ്ക് വളരെ കൂടുതലാണ്. ഈ പാറ തെന്നിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെങ്കിൽ പാറയുടെ പുറത്തുള്ള കളി വളരെ സൂക്ഷിച്ചു വേണം. മഴ സമയമാണെങ്കിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. സംഭവം അടിപൊളിയാട്ടോ. കുറച്ച് വെള്ളം കൂടെ ഉണ്ടെങ്കിൽ സെറ്റാ. പക്ഷെങ്കിൽ അപ്പോൾ റിസ്ക് ആണ് അതിൻ്റെ അനുസരിച്ച്. ഓക്കെ. പക്ഷെ കാർ ഇവിടുന്ന് പോയെങ്കിൽ തീർന്നു. ഇവിടുത്തെ വരാതെ. അതെ 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 അതെ. കുറച്ച് നടന്നു കയറാനുണ്ടെന്ന് തോന്നില്ലയോ? ഈ സ്ഥലത്തിൻ്റെ ചീവീടുകളുടെയും ഒക്കെ സൗണ്ട് ഉണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വേറൊരു മലയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആ മലയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം അറിയാവുന്ന ഒരാളോട് കൂടുതലുണ്ടെങ്കിലേ കുറച്ച് എളുപ്പമാണ്. കുറച്ച് നടക്കാനുണ്ട്, എന്നാൽ അത് അത്ര വലിയ ബുദ്ധിമുട്ടായൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല.
കൊണ്ട് വന്ന സ്ഥലമാണിത്. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ ആ മലയുടെ മുകളിലെത്തി. അപ്പോൾ തന്നെ ഞങ്ങളെക്കാട്ടിലും മുന്നേ എത്തിയ ആൾക്കാർ അവിടെയുണ്ടായിരുന്നു. എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുക. എല്ലാവരും ഹായ് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കി. എല്ലാവരും ഹായ് പറഞ്ഞേ. എല്ലാവരും പല പോസിലുള്ള ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തേക്കാൾ അടിപൊളിയാണ് മറ്റേ സ്ഥലം. അതെ, വെരി ഗുഡ്. ഇത് ഏത് ഭാഗമായിട്ട് വരും? ഇത് നമ്മുടെ കുമളിയിൽ നിന്ന് ഇങ്ങനെ അവിടുന്ന് വണ്ടി. ഓ, കുമളിയിൽ നിന്ന് വരുന്ന സ്ഥലമാണ് ഇതില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ചുകൂടെ നേരത്തെ വരേണ്ട സമയമായിരുന്നത്. കുറച്ചുകൂടെ നമ്മൾ നേരത്തെ വരുമായിരുന്നെങ്കിൽ, ഇല്ലയോ? കുറച്ചുകൂടെ നമ്മൾ നേരത്തെ വരുമായിരുന്നെങ്കിൽ സൂപ്പറായേനെ. നേരത്തെ വന്നിട്ടുണ്ടോ ഇവിടെ? വന്നിട്ടുണ്ടോ? ഇത് ഏത് മരമാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത് വലിയ വിലയുള്ള ഒരു മരമാകുമെന്നാണ് പറഞ്ഞു കേട്ടത്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതൊക്കെ ഓരോ കൃഷി ചെയ്തേക്കുന്ന തമിഴ്നാടിൻ്റെ ആ കണ്ടം കണ്ടോ? ആ കണ്ടോ അല്ലേ? അതെല്ലാം ഓരോ കൃഷികൾ ചെയ്തേക്കുന്നത്. ഓക്കെ. അതേട് വണ്ടിയൊക്കെ പോകുന്നുണ്ടോ? അതേ കണ്ടോ? നമ്മൾ അതേട് ചെറുതായിട്ട് കാണുന്നുണ്ടോ? ആഹാ, കണ്ട്. ഓക്കെ. കേട്ടോ, ഓ, അതാണ് നമ്മൾ കമ്പന്തേനി പോകുന്ന റൂട്ട് അതില്ലേ? കേട്ടോ, അതാണ് നമ്മുടെ കൂടല്ലൂർ ലോയർ. ലോയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമളിയിൽ നിന്ന് ഇറങ്ങി ലോയർ. നമ്മുടെ പവർ ഹൗസ് ഒക്കെ ഇല്ലേ? പവർ ഹൗസിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ പോകുന്നതാണോ? ഇവിടുന്ന് പോകുന്ന വെള്ളമാണ്. ഓക്കെ ഓക്കെ. നമുക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഇതിങ്ങനെ കുത്തനെ കിടക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ തന്നെ ചെറിയ തോതിൽ റിസ്ക് ഉണ്ട്. നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം മതി. ഓക്കെ, അവിടെ നിന്ന് എടുത്ത സ്ഥലമാണ് ഇതിലെയോ? അതാണ് കുത്ത്. അതിന്റെ കുത്ത് ഇങ്ങോട്ട് സൂക്ഷിക്കുക. ഓക്കെ, ശരി. പൂരിട്ട് വരാം. സ്ലിപ്പായെങ്കിൽ നമ്മൾ പോയി. അത് ഈ നിൽക്കുന്ന മരമോ? ഓക്കെ. സീനറി എടുക്കും. ഇതിലിങ്ങനെയൊക്കെ ഇറങ്ങി പിടിച്ചിറങ്ങിപ്പോയി ചിലരൊക്കെ എടുക്കും. ഓ, റിസ്കി ആവും. ഒന്ന് സ്ലിപ്പായി പോയെങ്കിൽ നമുക്ക് പിടുത്തൊന്നും കിട്ടത്തില്ല. പക്ഷേ പോയി വല്ല കല്ലാലോ വല്ല അടിച്ചു പോയെങ്കിലേ പണിയാവും. ഇത് അവിടുന്ന് നമുക്ക് നമ്മളാ നിന്നില്ലേ നേരെ കുത്തനെയുള്ള. ഓക്കെ ഓക്കെ. ഒരു ഡേഞ്ചർ. പോയി പോയെങ്കിൽ തീർന്നു. ഇതൊന്നും കിട്ടത്തില്ല. ചിലരെടുക്കുന്നവരൊക്കെ ഇതേപോലെ ഈ ഇറങ്ങിയൊക്കെ താഴെ പോയി നിന്ന്. ഓക്കെ. ഇതൊക്കെ മതി. ഇതിലെ വരുന്നത് തന്നെ ഇത് റിസ്ക് ആണ്. ഇവിടെ സ്ലിപ്പായി പോയെങ്കിലും പോയി. ചീവീടുകളുടെ ഇരമ്പൽ ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ച് സൂക്ഷിച്ചൊക്കെ വരണം. സ്ലിപ്പാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവര് വരുന്നുണ്ടോ? മോനെ? എല്ലാരും എന്തിയേ? പെതുക്കെ വരണം കേട്ടോ. ബാ പെതുക്കെ മതി. ബാ സമയം കളയണ്ട. ഇനി അടുത്ത ഒരിടത്തൂടെ പോകാനുണ്ട്. ഓടി വാ. അവിടെ നിൽക്ക്. നമുക്ക് കാടിന്റെ ആംബിയൻസ് കിട്ടും. ഈ ചീവീടുകൾ അലയെല്ലാം കൂടെ. ബാബാ ഇങ്ങോട്ടോ നിൽക്കണ്ട. അവിടെ നോക്കൊന്നും വേണ്ട. ബാ അവിടെ നിൽക്ക്. ഇവിടെ നിൽക്കല്ലാരും. ഇനി നമുക്ക് ഒന്നിച്ച് പോവാം. എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് താപ്പോട്ട് പോവാം. ഇതിലെ താപ്പോട്ട് പോവാം. ഇറങ്ങിപ്പോ പെതുക്കി ഓരത്തെ പെതുക്കണം. ആരെ?
അങ്ങോട്ട് പോലെ അവിടെ നിങ്ങൾ പോണ്ട ഭയങ്കര പണ്ട് ആൾക്കാർ മിസ്സാകുന്നത് അവിടെ കാല് കഴിയും. അപ്പൊ ഈ പായലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉത്തിപ്പിടിച്ച് കിടക്കുന്ന പായല അതേന്ന് തെങ്ങി നമ്മൾ പോയി കഴിഞ്ഞാൽ പിടുത്തം കിട്ടത്തില്ല, അങ്ങ് ഒഴിയാ പോകും. പിന്നെ പോയി ഒരു ഫോട്ടോ എടുത്തു അതൊക്കെ എത്തും. നമ്മൾ ഈ വഴി താഴോട്ട് ഇറങ്ങി ഇറങ്ങി പോകും. കുഴപ്പമില്ല, ഒരു അടുപ്പ് കൂട്ടി കാല പോട്ടെ വീഡിയോ പറയ വരാം. അതിൽ കട്ടി ലാസ്റ്റ് വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടിയാണ്. പോട്ടെ കിട്ടുന്നുണ്ടോ? ഹെഡ്സ ഇത് എൻ്റെ കയ്യില, നീ എന്താ പറഞ്ഞാലും കേൾക്കൂല. അപ്പോൾ നമ്മൾ കാട്ടിലൂടെയുള്ള യാത്രയാണ്. പക്ഷെ സന്ധ്യയായിപ്പോയി. പോയതുകൊണ്ട് അത്ര നല്ല ഭംഗിയായി കാണാൻ കിട്ടുന്നില്ല. നടക്കാൻ വയ്യാത്ത ആൾക്കാരെ എല്ലാരെയും കൂടെ കൊണ്ടുവന്നിരിക്കുക. റിസ്ക്കായ സ്ഥലത്തൂടാണ് നമ്മൾ ഒരു ട്രക്കിംഗ് നടത്തുന്നത്. ഇപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ ആദ്യം ഇറങ്ങി വന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ എത്തി. നമ്മൾ ആദ്യം വന്ന സ്ഥലത്തെത്തി. നല്ലത് അടിപൊളി സ്ഥലമായിരുന്നു. ഒത്തിരി അങ്ങോട്ട് പോയല്ല. ഫെയ്ത്ത് അടവണേ പിള്ളേരെ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങ് പോകും കേട്ടോ. ഇതിൽ നിന്നാണ് ആൾക്കാർ പിള്ളേരൊക്കെ തെറ്റിപ്പോയെന്നാണ് പറയുന്നത്. ജസ്റ്റ് കാല് കഴുകാൻ വന്ന അങ്ങനെ തെറ്റിപ്പോ. അത് കഴിഞ്ഞ ശേഷമാണ് അവർ ഇതിട്ടിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. പാടിക്കേ. പോട്ടെ പാടേ. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തതിന് ശേഷമാണ് തിരികെ ഇറങ്ങി വന്നത്. ഞങ്ങളെക്കാൾ ഉപരി കുട്ടികൾക്കായിരുന്നു സന്തോഷം. അപ്പോൾ നിങ്ങൾ കുട്ടികളുമായിട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടം കൂടിയാണ്. ഒരു ഗ്രൂപ്പായി വരുവാണെങ്കിൽ ഒന്നിച്ചിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
ഞങ്ങളൊരു മൊബൈൽ ഫോണിലാണ് ഈ വീഡിയോസ് എല്ലാം പകർത്തിയത്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി കുറവ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ആയോ? താഴെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല. കാരണം വളരെ സന്ധ്യയായി, ലൈറ്റൊക്കെ താഴെ ഇട്ടു. ക്യാമറ എത്രത്തോളം കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ ഇവിടെ വന്നിരുന്ന. ഇവിടെ നമുക്കൊരു ബോർഡുണ്ട്. ബോർഡൊന്ന് ചുമ്മാ ഇവിടെ എടുത്തേ ഉള്ളൂ. എന്തായാലും അതിൻ്റെ അകത്ത് 3 ലാംഗ്വേജ് ഉണ്ട്: മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷുണ്ട്, തമിഴുണ്ട്. അങ്ങനെ 3 ലാംഗ്വേജിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈവനിങ് ആംബിയൻസ് നമ്മൾ വിചാരിച്ചതിലും വളരെ അതിമനോഹരമാണ്. ഒരു രക്ഷയുമില്ല. കുട്ടികൾ എൻജോയ് ചെയ്യുകയാണ്. അവർ പാട്ട് പാടിയും ഡാൻസ് കളിച്ചും എൻജോയ് ചെയ്യുകയാണ്. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻജോയ് ചെയ്ത് ഇപ്പോഴാണ്. അതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഇത്രയും വലിയ എൻജോയ്മെൻറ്റ് കിട്ടുകയില്ല. 1-2 ഫാമിലി ആയിട്ടും കുട്ടികളുമായി വരികയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. കുട്ടിക്കാനത്ത് നിന്ന് അണക്കരയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. അത് പാർട്ട് 1 ആണ്. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഞങ്ങളുടെ അടുത്ത വീഡിയോ ചെല്ലാർകോവിൽ എക്കോ ടൂറിസം പിക്നിക് പോയിൻ്റാണ്. അത് ആരും മിസ് ചെയ്യരുത്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു അഗെയിൻ.